പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ദിവസം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഹല്ലേലൂയ. എത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു. വീണ്ടും ഞങ്ങളുടെ പാദപീഠത്തിൽ അല്പസമയം ചെലവഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സംസാരിക്കണമേ. വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുവാനാകണം. ആവശ്യമാകുന്ന ആലോചനകളെ നൽകി തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി അധികാരത്തോടെ അഭിഷേകത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. തിരുനാമം മാത്രം മഹത്വപ്പെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ ശ്രദ്ധിച്ചാണ് വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ആരാധിച്ച് കടന്നു പോകുവാൻ വിവരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. യെശയ്യാ പ്രവാചക പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് 3 അധ്യായങ്ങൾ കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 4, 5, 6 അധ്യായങ്ങളിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പഴയ നിയമ ചാപ്റ്ററാണ് യെശയ്യാവിൻ്റെ പുസ്തകം. എന്നാൽ 6-ാം അധ്യായം ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകളായതുകൊണ്ടാണ് ഞാൻ ഇന്ന് സഭായോഗത്തിന് എടുക്കുവാനായി താല്പര്യപ്പെട്ടത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശു കർത്താവാണ് പിതാവായ ദൈവത്തെ തത്വത്തിൻ്റെ മുദ്രയായിരിക്കുന്നവൻ. അതേ ദൈവത്തിൻ്റെ പ്രതിമയായിരിക്കുന്ന തത്വത്തിൽ ഒരുവനായ ക്രിസ്തുവാണ് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ എന്ന് കർത്താവ് സംസാരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ പിതാവ് ഒന്നാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ ചെന്നെത്തുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, എന്നെ കണ്ടവനാരെ കണ്ടു, പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെ അക്ഷരികമായി ഭൂമിയിൽ വെളിപ്പെടുത്തിയത് യേശു കർത്താവാണ്. എന്നാൽ പിതാവായ ദൈവം സിംഹാസനത്തിൽ, സ്വർഗീയ സിംഹാസനത്തിൽ വാഴുന്നു. എന്നാൽ പിതാവായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, സൈന്യങ്ങളുടെ മഹാരാജാവായിരിക്കുന്ന ദൈവത്തെ കണ്ട പ്രവാചകന്മാർ, ദർശനങ്ങളിൽ കൂടെ വെളിപ്പാടുകളിൽ കൂടെ കണ്ട പ്രവാചകന്മാരെ ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊരാളാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിലാണ് അദ്ദേഹം അത് വിവരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നാം 3-ാമത്തെ അധ്യായം വരെ പഠിച്ചതാണ് എൻ്റെ ഓർമ്മ. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ താൻ പ്രവചന ശബ്ദം തന്റെ ജനത്തോട് വിളിച്ചു പറയുമ്പോൾ അവരുടെ പാപങ്ങളിൽ നിന്ന് അവർ തിരികെ മടങ്ങി വരണമെന്നുള്ള ദൂതുകളൊക്കെ സംസാരിക്കുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന യെശയ്യാവ് സർവശക്തനായ ദൈവത്തെക്കുറിച്ച്, സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കുറിച്ച് ഒരു ദർശനം കാണുകയാണ്. അപ്പോൾ താൻ തന്നിലേക്ക് തിരിഞ്ഞ് വ്യത്യാസപ്പെടുന്ന കാഴ്ചയാണ് 6-ാം അധ്യായത്തിൽ കാണുന്നത്. 6 മുതലുള്ള സകല അധ്യായങ്ങളിലും യെശയ്യാ പ്രവാചകന്റെ ശുശ്രൂഷ മാറ്റിമറിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ശക്തമാകുന്നതും 7-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളിലൊക്കെ യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദങ്ങൾ തന്റെ അധരങ്ങളിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. സംവത്സരങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ജനന, മരണ, അടക്ക, പുനരുത്ഥാനങ്ങളെയൊക്കെ, മടങ്ങിവരവിനെയൊക്കെ വളരെ വിശദമായി പ്രവചിച്ച പഴയ നിയമ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. തനിക്ക് ലഭിച്ച ആത്മീയ അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ കൊണ്ടാണ് താൻ അദ്ദേഹം ആ ശുശ്രൂഷ ചെയ്തതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. 5 രാജാക്കന്മാർ, ഏകദേശം 4-5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവചന പുരുഷനാണ് അല്ലെങ്കിൽ പ്രവാചകനാണ് യെശയ്യാവ് എന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉസിയാ രാജാവ് മരിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട, ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു രാജാവാകുന്നു ഉസിയാ രാജാവ്. എന്നാൽ 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാജഭരണം ഏറ്റെടുക്കുന്നത്. അന്ന് മുതൽ അദ്ദേഹം ഇസ്രായേലിന് വേണ്ടി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള ഒരു ഭരണം
കാഴ്ചവെച്ചു. തന്റെ പിതാക്കന്മാർ സേവിച്ച ദൈവത്തെ തന്നെ അത് സേവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഉസിയാവ് താൻ വളർന്നു വന്നപ്പോൾ, താൻ പ്രതാപശാലിയായി മാറിയപ്പോൾ, താൻ പണമൊത്തിരി വർദ്ധിച്ചപ്പോൾ, തന്റെ പേരൊത്തിരി പ്രശസ്തിയായപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണാൻ കഴിയും. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ ഒന്ന് ഓടിച്ചു പെട്ടെന്ന് വായിച്ചു. 26-ന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉസിയാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചപ്പോൾ, നാശത്തിന് മുമ്പേ ഗർവ്വം, നാശത്തിന് മുമ്പേ നിഗളം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നാശം സംഭവിക്കുന്നു എന്ന് നാം കാണുന്നെങ്കിൽ അതിനു മുമ്പേ ഒരു നിഗളം ഉണ്ടായിട്ടുണ്ട്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്ന ദൈവമാണ്. അപ്പോൾ കൃപ പ്രാപിച്ച് നല്ല ഭരണം നടത്തിയിരുന്നു ഉസിയാവ്. എപ്പോഴോ അവന്റെ ഹൃദയത്തിൽ ബലവാനെന്ന ചിന്ത വന്നപ്പോൾ അവന്റെ ഹൃദയം നിഗളിക്കുവാനിടയായി തീർന്നു. അവൻ നാശത്തിനായി നിഗളിച്ചു. അവന്റെ ദൈവമായ യഹോവയുടെ ഇദ്ദേഹം രാജാവാണ്. ഒരിക്കലും ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ വിളിച്ചവനല്ല. രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാജാവായി വിളിക്കപ്പെട്ടവൻ ആ ജോലിയാണ് ചെയ്യേണ്ടത്. പ്രവാചകന്മാർ പ്രവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ, പുരോഹിതന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലായി ഓരോ ഗോത്രവർഗക്കാരെ കർത്താവ് വേർതിരിച്ച് ശുശ്രൂഷയ്ക്കായി ആക്കിയിട്ടുണ്ട്. എന്നാൽ താൻ ബലവാനായപ്പോൾ, തനം പണം വർദ്ധിച്ചപ്പോൾ, പ്രശസ്തി വർദ്ധിച്ചപ്പോൾ, എന്തുകൊണ്ട് പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ രാജാവല്ലേ, എനിക്കൂടെ ചെയ്തുകൂടാ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ടാവുകയും ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു പോവുകയും ചെയ്തു. എന്നാൽ അസര്യാ പുരോഹിതനും യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. വിശുദ്ധീകരിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അഹരോന്റെ പുരോഹിതന്മാരാണ് ചെയ്യുന്നത്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത് കേട്ടു പോയാൽ മതി. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചവൻ, വിളിക്കപ്പെടാത്തവൻ, രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം വിളിച്ചവൻ പൗരോഹിത്യ ശുശ്രൂഷ നിർബന്ധത്താൽ ചെയ്തപ്പോൾ 80-ലധികം പുരോഹിതന്മാർ വിലക്കിയിട്ടും അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വരികയും അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അതിനുശേഷം കുഷ്ഠം നിമിത്തം അദ്ദേഹം കിടക്കയിലാകുകയും മരണപ്പെടുകയും ചെയ്യുന്ന അടുത്തുള്ള അധ്യായങ്ങളിൽ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കണമേ, യെശയ്യാവ് കണ്ട ദർശനത്തിൽ അതുപോലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഓൾസോ എന്നൊരു പദം കൂടെ എഴുതിയിട്ടാണ് അവിടെ തുടങ്ങുന്നത്. ഉസിയ രാജാവ് മരിച്ചാണ്, കർത്താവ് ഉയർന്നും ഭൂമിയുമുള്ള സിംഹാസനം ഇരിക്കുന്നുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഓൾസോ എന്നൊരു പദം കൂടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന്റെ അർത്ഥം ഈ ധൂപം കാണിച്ച ഈ ഉസിയാവ് മരിക്കുന്നത് അക്ഷരികമായി യഥാർത്ഥത്തിൽ യെശയ്യാവ് കണ്ടുകൊണ്ടിരുന്നു എന്നാണ് പഴയ നിയമ പണ്ഡിതന്മാർ പറയുന്നത്. ഉസിയാവിന്റെ നെറ്റിമേൽ വ്യാപരിച്ച കുഷ്ഠം കണ്ട യെശയ്യാവ്, ഉസിയാവിന് സംഭവിച്ച നഷ്ടം കണ്ട യെശയ്യാവ് പിന്നീട് അതേ കണ്ണുകൾ കൊണ്ട് 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ തേജസ്സിനെ കാണുവാൻ യെശയ്യാവിന് പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ഒരു അർത്ഥം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഉസിയാവ് നല്ലവനായിരുന്നു, നല്ല ഭരണം കാഴ്ചവെച്ചവനായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, നിഗളിച്ചപ്പോൾ അവൻ വീഴുവാനിടയായി തീർന്നു. നമ്മളോടുമുള്ള ദൂതാണ്, നിഗളിച്ചു പോയാൽ, അഹങ്കരിച്ചു പോയാൽ വീഴുവാൻ സാധ്യതയുണ്ട്. ഉസിയാവ് ഉണ്ടെങ്കിൽ നാമും വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, ഉസിയാവ് മരിച്ചപ്പോൾ ജനം അധികം ഭയപ്പെട്ടു. നല്ലൊരു ഭരണാധിപനായിരുന്നു മരണപ്പെട്ടത്. ഇനി തങ്ങൾക്ക് ആര് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യെശയ്യാവിന് ഒരു ദർശനം കൊടുത്തിട്ട് ദൈവം പറയുകയാണ്, ഇവൻ അല്ല രാജാവ്, സ്വർഗത്തിലൊരു രാജാവുണ്ട്, സ്വർഗത്തിലൊരു സിംഹാസനമുണ്ട്, സകല രാജാക്കന്മാരുടെയും മുകളിലുള്ള, സകല വംശങ്ങളുടെയും മുകളിലുള്ള ഒരു സർവശക്തനായി ഭരിക്കുന്ന, സ്വർഗത്തിൽ സർവശക്തനായ യഹോവയായ ഒരു രാജാവ് നിനക്കുണ്ട് എന്ന്. അപ്പോൾ ജനം ഭയപ്പെട്ടു. യെശയ്യാവ് ഉൾപ്പെടെ അടുത്ത രാജാവ് എങ്ങനെയുള്ളവനാകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഈ ദർശനം ദൈവം എടുത്തിട്ട് പറയുകയാണ്, ഈ ലോകത്തിലെ രാജാക്കന്മാരെ പോലെയല്ല, സകലത്തിന്റെ മേലും അധികാരമുള്ള ഒരു മഹാരാജാവ് നിനക്കുണ്ട്. അവന്റെ ദർശനമാണ് യെശയ്യാവിന് ദൈവാത്മാവ് കൈമാറുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവിനെ കണ്ടവർ ചുരുക്കമാണ്, അല്ലെ? കർത്താവിനെ കണ്ടവർ അധികമില്ല. മോശ മാത്രം ഹല്ലേലൂയ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അവനെ പാറയുടെ പിളർപ്പിൽ മറച്ച് ഹല്ലേലൂയ തന്റെ പിൻഭാഗം മാത്രം ദൈവം കാണിച്ചു കൊടുക്കുന്നത് നാം ചിന്തിച്ചതാണ്, അല്ലെ? ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. തേജസ്സിൽ വസിക്കുന്നവനായ ദൈവത്തെ കാണുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ മോശ മാത്രം അവരുടെ പിൻഭാഗം കാണുവാൻ ദൈവം അനുവദിക്കുന്നത് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദർശനത്തിൽ കൂടെ ദൈവത്തെ ദർശിച്ച പ്രവാചകന്മാരിൽ ഒരാളാണ് യെശയ്യാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഈ യെശയ്യാവ് കണ്ട ദർശനം വെളിപ്പാടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിലും അതേ അധ്യായങ്ങൾ, അതേ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ ദൈവത്തോടുള്ള സമത്വത്തിൽ ഹല്ലേലൂയ ദൈവസിംഹാസനത്തിൽ ഇരുന്നവരായിരുന്നു. വചനം ജഡമായി തീർന്ന് ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി മരണപ്പെട്ട അടക്ക പുനരുത്ഥാനങ്ങളോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനാണ്. സ്വർഗ്ഗസിംഹാസനത്തിന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. കർത്താവിന്റെ ഇപ്പോഴത്തെ പൊസിഷനെ കുറിച്ച് 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയും. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 22. അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കർത്താവിന്റെ പൊസിഷൻ, ഇപ്പോൾ നമ്മുടെ കർത്താവ് എവിടെയായിരിക്കുന്നു ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, അവൻ എവിടെ ഇരിക്കുന്നു? ദൈവത്തിന്റെ വലതുഭാഗത്ത്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നു. സ്തെഫാനോസ് അതേ കാഴ്ചകൾ കാണുന്നുണ്ട്. പിതാവായ ദൈവം ഹല്ലേലൂയ അവന്റെ വലതുഭാഗത്ത്, ക്രിസ്തു സ്തെഫാനോസിനെ സ്വീകരിപ്പാൻ കല്ലുകൾ കൊണ്ട് മരണം സ്വീകരിക്കുവാൻ പോകുന്ന ആ പർട്ടിക്കുലർ സമയത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി അവൻ കാഴ്ച കാണുകയാണ്. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രനായ ക്രിസ്തു സ്തെഫാനോസിനെ സ്വീകരിക്കുവാൻ തയ്യാറായി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അത് വെളിപ്പെടുന്നു. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൂതന്മാർ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു, ശക്തികൾ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു, അധികാരങ്ങൾ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം, പിതാവായ ദൈവത്തെ ദൂതന്മാർ സേവിക്കുന്നത് എങ്ങനെയാണെന്ന് 6-ാം അധ്യായത്തിന്റെ ആ ഭാഗം താഴോട്ട് വായിക്കുന്നത് കാണാൻ കഴിയും. ഒന്ന് വായിക്കാം, ഒന്നോടിച്ച് വായിക്കും, നല്ലതായിരിക്കും. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മണ്ണിരത്തെ നിറച്ചിരുന്നു. യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകളെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു കർത്താവിന്റെ വസ്ത്രത്തെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു മലമുകളിലേക്ക് കടന്നു പോകുന്നുണ്ട്. യാക്കോബ്, യോഹന്നാൻ ശിഷ്യന്മാരോട് ചേർന്ന് യേശു കർത്താവ് പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് കടന്നുപോയി. എന്നാൽ എന്താ സംഭവിച്ചത്? തങ്ങളുടെ ഗുരു രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ശക്തിമാനായ ഞങ്ങളുടെ ഗുരു എന്നൊരു ചിന്തയാ അവരുടെ അകത്തുണ്ടായിരുന്നത്. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഉയർന്ന മലയുടെ മുകളിൽ സംഭവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവ് എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ടു. സൂര്യനെ പോലെ അവന്റെ മുഖം ശോഭിക്കുവാൻ തുടങ്ങി. അവന്റെ വസ്ത്രം ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ വെണ്മയുള്ളതായി തീർന്നു. ആരൊക്കെ അവന് വേണ്ടി ഇറങ്ങി വന്നു? പറഞ്ഞാൽ മോശയും ഏലിയാവും അവനെ ശുശ്രൂഷിപ്പാനായി ഇറങ്ങി വന്നു എന്ന് കാണുന്നുണ്ട്. നോക്കണമേ, അതേ കാഴ്ചയാണ് യെശയ്യാവ് കാണുന്നത്. പുത്രൻ അനുഭവിച്ച രൂപാന്തരം, വസ്ത്രത്തിന് വന്ന മാറ്റം, മുഖത്തിന് വന്ന വ്യത്യാസം, സൂര്യനെ പോലെ മുഖം മാറിയത്, വസ്ത്രം വെണ്മയായി തീർന്നത്, അതേ കാഴ്ചകൾ പോലെ യെശയ്യാവ് പിതാവായ ദൈവത്തെ കാണുകയാണ്. ഇവർ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവമാണ്. പുത്രൻ രൂപാന്തരപ്പെട്ട അതേ അവസ്ഥയിൽ, അതേ കാഴ്ചയിൽ യെശയ്യാവ് സംവത്സരങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവത്തെ കാണുന്നു. സാറാഫുകൾ എന്ത് ചെയ്തു? അവന് ചുറ്റും നിന്നു. സാറാഫുകൾ ഈ ദൂതന്മാരുടെ സംഘത്തിലെ ഒരു പ്രത്യേക ആരാധന വൃന്ദമാണ് സാറാഫുകൾ. സാറാഫ് എന്ന പദത്തിന്റെ അർത്ഥം സ്നേഹമെന്നാണ്. എരിവ്, തീഷ്ണത എന്നുള്ള അർത്ഥം കൂടെ അതിനുണ്ട്. സ്നേഹത്തോടുകൂടിയുള്ള എരിവ്, സ്നേഹത്തോടുകൂടിയുള്ള തീഷ്ണത. അപ്പോൾ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന
ആരാധിക്കുന്നു. അതുകൊണ്ട് അവരുടെ പേര് സറാഫുകൾ എഴുതിയിരിക്കുന്നു. സറാഫുകൾ എന്ത് ചെയ്തു? രണ്ടുകൊണ്ട് അവർ മുഖം മൂടി. കാരണം എന്താണ്? ദൈവത്തെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതന്മാർക്ക് പോലും ദൈവത്തെ നേരിട്ട് നോക്കുവാൻ കഴിയുന്നില്ല. അവർ രണ്ടുകൊണ്ട് മുഖം മൂടി. അത്രയ്ക്ക് ദൈവമഹത്വം വലിയതായതുകൊണ്ട് അവർ രണ്ടുകൊണ്ട് മുഖം മൂടി. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ചോ പുത്രനായ ദൈവത്തെക്കുറിച്ചോ അവന്റെ മഹത്വത്തെക്കുറിച്ചോ വെളിപ്പാടും ദർശനങ്ങളിൽ അതുപോലെ ദൈവത്തോട് അടുത്ത് ഇരിക്കുന്നവർക്ക് ദൈവം കാഴ്ച കൊടുക്കുമായിരിക്കാം. എന്നാൽ നമുക്ക് അല്ലാതെ കാണാൻ കഴിയത്തില്ല. പക്ഷെ വചനം പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്, പുത്രനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്, അവർ ഇരിക്കുന്ന സിംഹാസനത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വചനം ദർശനത്തിൽ കൂടെ വെളിപ്പാടിൽ കൂടെ അത് വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് അത് കൊണ്ടുവരണം. രാജാവ് മരിച്ച അങ്ങനെ വായിച്ചു പോകാതെ സാറാഫുകൾ എന്ത് ചെയ്യുക? ദൈവത്തെ ആരാധിക്കുകയാണ്. രണ്ടുകൊണ്ട് മുഖം മൂടുന്നു. ദൈവമഹത്വം കാണുവാൻ കഴിയാതെ രണ്ടുകൊണ്ട് മുഖം മൂടുന്നു, രണ്ടുകൊണ്ട് കാൽ മൂടുന്നു. വിശുദ്ധിയിൽ അവൻ ഭയങ്കരനാണ്. വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അവർക്ക് നിൽപ്പാൻ കഴിയാത്തതുകൊണ്ട് രണ്ടുകൊണ്ട് കാൽ മൂടുന്നു. രണ്ടുകൊണ്ട് പറന്നു. അവരുടെ വേഗതയെ കാണിക്കുന്നതാണ് പറക്കുക എന്നുള്ളത്. പിതാവായ ദൈവം കൽപ്പിക്കുന്നത് അക്ഷരം പ്രതി ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുന്ന സറാഫുകൾ, ആരാധിക്കുന്ന സറാഫുകൾ, അവർ രണ്ടുകൊണ്ട് പറന്നു എന്നത് വേഗതയെ കാണിക്കുകയാണ്. അപ്പോൾ വായിച്ചത് ഒരുത്തനോട് ഒന്നിലധികം സറാഫുകളുണ്ട്, ദൂതന്മാരുണ്ട്. ആ കാഴ്ച കൊണ്ടുവന്നാല് പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു, സറാഫുകൾ ആരാധിക്കുന്നു. രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈനികളുടെ യഹോവയായ ദൈവത്തെ ആരാധിക്കുകയാണ്. എന്താണ് പറയുന്നത്? അവർ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മൂന്ന് പരിശുദ്ധൻ എന്നുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളിലേക്ക് അത് വന്നു കഴിഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു. പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധൻ എന്നുള്ള മൂന്ന് പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരോട് പറഞ്ഞാണ് ചെയ്യുന്നത്. എത്രയധികം സറാഫുകൾ ദൂതന്മാരോടൊക്കെയാണ് വായിച്ചത്. ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുണങ്ങുന്ന രീതിയിൽ ആർപ്പിന്റെ ശബ്ദമുണ്ടായി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലും ദാനിയേൽ കാണുന്ന കാഴ്ച ഇതിനോട് വളരെ സാമ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സർവശക്തനായ ദൈവത്തെക്കുറിച്ച്. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുമ്പോൾ നമുക്ക് ജീവിക്കുന്ന സ്വർഗത്തിൽ വാഴുന്ന, സ്വർഗത്തിൽ ഇരിക്കുന്ന, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന വൃന്ദത്തിന്റെയും ആ ദൈവത്തിന്റെ സിംഹാസനത്തെയും കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അതുകൊണ്ട് അതേ ഗൗരവത്തോടെ നമുക്ക് വായിക്കണം. ദാനിയേൽ പ്രവാചകനും അതേ കാഴ്ച കാണുന്നു. 7-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാക്യം വായിക്കണമെന്ന് ചോദിക്കാം, ശ്രദ്ധിച്ചോണേ. അവർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അവൻ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തനിരുന്നു. അപ്പോൾ പിതാവായ ദൈവം എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും? വയോധികനായ, ദാനിയേൽ കാണുന്ന ദർശനത്തിൽ വയോധികനായ ഒരുത്തൻ ഇരുന്നു. അയച്ചത് അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത്. അപ്പോസ്തലന്മാരായ യാക്കോബ്, പത്രോസ്, യോഹന്നാന്റെ മുമ്പിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ വസ്ത്രം വെണ്മയുള്ളതായി മാറി. അതുപോലെ തന്നെയാണ് പിതാവായ ദൈവത്തെ ദാനിയേൽ കാണുമ്പോൾ എന്താ അവന്റെ വസ്ത്രത്തിന്റെ പ്രത്യേകത? ഹിമം പോലെ വെളുത്തത്, ഐസ് കട്ട പോലെ, മഞ്ഞ് പോലെ വെളുത്തത്. ഞാനിത് പറയുമ്പോൾ അങ്ങ് മനസ്സിലാക്കാതെ പോകരുത്. നിങ്ങളെ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. പിതാവായ ദൈവം, അതെ, വയോധികനായ ഒരുവൻ. ഹല്ലേലൂയ. അവന്റെ വസ്ത്രം എങ്ങനെയാണ്? ഹിമം പോലെ, ഹല്ലേലൂയ, വെളുത്ത, ഹല്ലേലൂയ, ഐസ് കട്ട പോലെ, ഹിമം പോലെ, മഞ്ഞ് പോലത്തെ വസ്ത്രം. മുടിയോ ആട്ടുരോമം പോലെ ഉള്ള മുടി. ഓക്കെ, വായിച്ചോട്ടെ. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും പിതാവ്
ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ കൊണ്ടുവന്ന് മാനുഷികമായ ഒരു തീയിലേക്ക് കൊണ്ടിട്ടപ്പോൾ അവരുടെ നടുവിലേക്ക് ഹല്ലേലൂയ പുത്രനായ ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അഗ്നിജ്വാലയ്ക്കകത്ത് വസിക്കുന്നവനാണ് ഈ തീയിലേക്ക് ഇറങ്ങി വന്നത്. അഗ്നിജ്വാലയ്ക്കകത്ത് വസിക്കുന്നവന് മാനുഷിക തീ സ്പർശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇരിക്കുന്നത് അഗ്നിജ്വാലയ്ക്കകത്താണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ഒരു മുടി പോലും കത്തിപ്പോകാത്തതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. ഈ തീയെ, മാനുഷിക തീയെ കവർ ചെയ്യുന്ന ഒരു ആത്മീക തീയാൽ, അഗ്നിജ്വാലയാൽ അവർ പ്രൊട്ടക്റ്റഡായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അഗ്നിജ്വാലയ്ക്കകത്തിരിക്കുന്ന ദൈവം അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീ പോലുള്ള രഥചക്രങ്ങൾ, ഒരഗ്നി അവന്റെ ഒരു നദിയുടെ അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടിരുക. ഇനി എത്ര പേരാണ് ശുശ്രൂഷിക്കുന്നത്? 1000 പേർ ദൂതന്മാർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിതാവായ ദൈവത്തെ കുറിച്ച് ദാനിയേൽ കണ്ട ദർശനത്തിന്റെ ഒരു പിക്ചർ നിങ്ങളുടെ അകത്ത് വന്നോ? ചേരകത്ത് വന്നോ? പിതാവായ വയോധികനായ ഒരു മനുഷ്യനെ പോലെ, ഹിമം പോലെ വെളുത്ത വസ്ത്രം ധരിച്ചവൻ, ആട്ടുരോമം പോലെ മുടിയുള്ളവൻ എവിടെ ഇരിക്കുന്നത്? അഗ്നിജ്വാല പോലെയുള്ള സിംഹാസനത്തിൽ. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിലും അതേ കാഴ്ചകൾ 4-ാം അധ്യായത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ഓടിച്ച് വായിക്കാനുള്ള സമയമുള്ളൂ. 4-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും അതേ കാഴ്ചകൾ കാണാൻ കഴിയുന്നു. അനന്തര സ്വർഗ്ഗത്തിലൊരു വാതിൽ. ഇവിടെ കയറി വരിക. ചില ദർശനങ്ങൾ യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ പെട്ടെന്ന് ദൈവം പറഞ്ഞു, ഇവിടെ കയറി വരിക. ഹല്ലേലൂയ. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. താഴ്വരയിൽ കാണുന്ന ദർശനങ്ങളല്ല, വെളിപ്പാടുകളല്ല. ഒരു പടി കൂടെ മുകളിലേക്ക് കയറുക. ഞാൻ മുകളിലേക്ക് കയറുക. ഇവിടെ കയറുക. ഞാൻ നിനക്ക് ചില ദർശനങ്ങൾ നൽകാൻ പോകും. എന്താണ് കാണിക്കുന്നത്? പെട്ടെന്ന് വായിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി അവിടെ കാണുന്ന സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് വാക്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി പോവുക. സ്വർഗത്തിൽ ഒരു സിംഹാസനം, ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നവൻ. എങ്ങനെയായിരിക്കുന്നത്? സൂര്യകാന്തം, പത്മരാഗം. ഇതൊക്കെ രത്നങ്ങളാണ്. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായിരിക്കുന്ന ഒരുവൻ. ഒരു പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റും എത്ര സിംഹാസനങ്ങളുണ്ട്? 24 മറ്റ് സിംഹാസനങ്ങളുണ്ട്. സിംഹാസനത്തിൽ 24 മൂപ്പന്മാർ ഇരിക്കുന്നു. അവർ ധരിച്ചിരിക്കുന്നത് വെള്ളയുടുപ്പ്. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ മിന്നലും നാദവും ഇടിമുഴക്കം പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കൾ. നമ്മൾ പഠിച്ചത് ഓർമ്മയാണെന്ന് അറിയത്തില്ല. സുബോധത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ് അല്ലേ പഠിച്ചല്ലേ? ദൈവത്തിന്റെ 7 ആത്മാക്കൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ചോട്ടെ, വേഗത്തിൽ വായിച്ചു തീർക്കാം. സിംഹാസനത്തിന് മുമ്പിൽ ഇങ്ങനെ പണങ്ങിനൊത്ത കണ്ണാടി കടലവുണ്ട്. വായിച്ചാട്ടെ. 4 ജീവികൾ അവിടെ ഉണ്ട്. മുമ്പും പിമ്പും കണ്ണുള്ളവർ. നാല് ജീവികളും ഓരോന്നിന് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും അതേ കാഴ്ച കാണുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, 24 മൂപ്പന്മാർ, തലയിൽ പൊൻകിരീടം ധരിച്ചിരിക്കുന്നവർ, 24 മറ്റ് സിംഹാസനങ്ങൾ. നോക്കണമേ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര സർവശക്തനായ ദൈവമാണ്. ദൂതന്മാരാൽ ആരാധിക്കപ്പെടുന്ന, ഹല്ലേലൂയ, സറാഫുകളാൽ ആരാധിക്കപ്പെടുന്ന ഈ ദൈവത്തെയാണ് ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിൽ കൂടെ നമുക്കൂടെ ആരാധിക്കാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ
മനസ്സിലാക്കി ക്രൂശിനെ സഹിക്കൊണ്ട് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തവരിയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് നാം കാണുന്നത്. എന്നാൽ ആ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിനെ അവൻ അപമാനം സഹിച്ചതുകൊണ്ട് പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇനി വിശ്വാസ ജീവിതം തുടർന്നാൽ നമുക്കെന്താ ലഭിക്കുന്നത്? അതോടെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് പോയാൽ നമുക്ക് ആ സമയം നിർത്താൻ കഴിയാത്തതുകൊണ്ട് പിന്നീട് ചിന്തിക്കാം. നമുക്ക് യെശയ്യാ പറഞ്ഞ ആ പദത്തിലേക്കൂടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ. ശ്രദ്ധിക്കുക, 3 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, സ്വർഗസിംഹാസനത്തെ കുറിച്ചും വിശുദ്ധനായ ദൈവത്തെ കുറിച്ചും യെശയ്യാവിന് ഒരു ദർശനം ഉണ്ടാകുന്നു. യെശയ്യാവിന് ദർശനം ഉണ്ടായപ്പോൾ യെശയ്യാവ് ആദ്യം ചെയ്തത് തന്നിലേക്ക് തിരിഞ്ഞു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനാണ്. 5 അധ്യായങ്ങൾ പ്രവചിച്ചവൻ പറയുക, തന്നിലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് ദൈവത്തിന്റെ ഈ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിൽപ്പാനുള്ള വിശുദ്ധി പോരാ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഒന്ന്, ദർശനം കണ്ടവൻ, സിംഹാസനത്തെ കുറിച്ച് കണ്ടവൻ തന്നിലേക്ക് തിരിഞ്ഞു നോക്കി മാനസാന്തരപ്പെടുവാൻ സമ്മതിക്കുവാൻ തയ്യാറായവന് വേണ്ടി ദൈവം എന്താ ചെയ്തത്? മൂന്നാമത്തത്, യാഗപീഠത്തിന്റെ ദൈവത്തിന്റെ ദൂതൻ ചെയ്തത് മാത്രം വായിച്ചു. യാഗപീഠത്തിന് സമയമില്ലാത്തതാണ്. ശുദ്ധിയില്ലാത്തവനെ യാഗപീഠത്തിന്റെ തീക്കലിൽ നിന്ന് ഒരു കൊടിലെടുത്ത അവന്റെ അധരത്തെ ശുദ്ധീകരിച്ചു. പഴയ നിയമ യാഗപീഠങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ യാഗപീഠത്തിൽ ദൈവത്തിന്റെ തീ ദൈവമാണ് ആദ്യമായി കത്തിക്കുന്നത്. എന്നാൽ വീണ്ടും മഹാപുരോഹിതന്മാരുടെ ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്, ഈ തീ യാഗപീഠത്തിൽ കത്തിക്കൊണ്ടേയിരിക്കണം. യാഗപീഠം യേശു കർത്താവിന്റെ നിഴൽ കൂടിയാണ് യാഗപീഠം. അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി യെശയ്യാവ് യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ കൊണ്ടാണ് ദൂതൻ അവനെ ശുദ്ധീകരിച്ചത്. യാഗപീഠം യേശു കർത്താവിന്റെ നിഴലും തീക്കനൽ പരിശുദ്ധാത്മാവിന്റെ നിഴലുമാണ്. അപ്പോൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയുന്നത്? 3-ാമത്തെ കാര്യം ഇവിടെ കാണുന്നു. 1-ാമത്തെ കാര്യം ദർശനം അനുഭവിക്കുന്നു. 2-ാമത് അവനവന്റെ കുറ്റത്തെ കുറിച്ച് ബോധമുള്ളവനാകുന്നു. 3-ാമത് പരിശുദ്ധാത്മാവ് അവനെ ശുദ്ധീകരിക്കുന്നു. 4-ാമത് അവൻ ശുശ്രൂഷയിലേക്ക് വരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് പറഞ്ഞിടത്തോളം സമയമുള്ളൂ. 1-ാമത് ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചപ്പോൾ അവന്റെ തെറ്റ്, അവന്റെ കുറവ് മനസ്സിലായി. അതരങ്ങൾ ശുദ്ധിയുള്ളതല്ല. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രവചിപ്പാൻ ഞാൻ പോരാ. അവൻ തന്നെ സമർപ്പിച്ചപ്പോൾ ദൂതൻ അവനെ ശുദ്ധീകരിച്ചു. തീക്കനൽ കൊണ്ട് അവനെ ശുദ്ധീകരിച്ചു. ശുദ്ധീകരണം പ്രാപിച്ചവൻ അടുത്ത വാക്യങ്ങൾ പറയുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടത്? ദൈവം ചോദിക്കുമ്പോൾ അടിയനെ അയക്കാനായി യെശയ്യാവ് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തത് അവൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് യേശു കർത്താവ് കൊടുത്ത നിർദ്ദേശം ഇതാണ്. ഞാൻ ഉയരത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ പിതാവിന്റെ വാഗ്ദത്തത്തിനായി പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. നിങ്ങൾ യഹൂദന്മാരുടെ ഇടയിലേക്ക് പ്രസംഗിക്കുവാൻ ഇറങ്ങുന്നതിന് മുമ്പ് 120 ശിഷ്യന്മാരുമായി മാളികമുറിക്ക് അകത്തേക്ക് കയറണം. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അവൻ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നിങ്ങളുടെ മേൽ പ്രത്യക്ഷമാകും. തീക്കനൽ കൊണ്ട് പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ അധരത്തെ ശുദ്ധീകരിച്ചതുപോലെ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ശിഷ്യന്മാരുടെ മേൽ പതിഞ്ഞ് അവർ ശുദ്ധീകരിക്കപ്പെട്ടു. അവരുടെ അധരങ്ങൾ ചേഞ്ചായോ? കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് അവരുടെ അധരങ്ങൾ ചേഞ്ചായോ? അല്ലേ? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയ അപ്പോസ്തലന്മാരാണ് പിന്നീട് 3000-ലധികം വരുന്ന യഹൂദന്മാരെ സ്നാനപ്പെടുത്തിയത്. ശുശ്രൂഷയ്ക്കും പ്രസംഗത്തിനും തയ്യാറാകുന്നതിന് മുമ്പ് അവർ മാളിക മുറിയിൽ വെച്ച് ഒരു തീക്കനലിന്റെ ശുശ്രൂഷ അനുഭവിച്ചു. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചാൽ ഈ മൂന്ന് കംപ്ലീറ്റ് ആകത്തുള്ളത് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു സമയമില്ലാത്തത് കൊണ്ട് ഒരു പദം മാത്രം പറഞ്ഞ് നാം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മോശയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഞാൻ വിക്കനും തടിച്ച നാവുള്ള മനുഷ്യനുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരാരും ദൈവത്തോട് പറഞ്ഞില്ല ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ശക്തിയുള്ളവനാണ്, അത് എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് നല്ലതായി പോയെന്ന്. ഹല്ലേലൂയ, പഴയ നിയമ അഭിഷക്തന്മാരെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മോശയുടെ മുമ്പിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനത്തെ പുറത്തെടുക്കുവാൻ മോശയ്ക്ക് മുൾപടർപ്പിൽ ദൈവം വെളിപ്പെട്ടപ്പോൾ ആ മുൾപടർപ്പിന് അകത്ത് നിന്ന് അവൻ സംസാരിച്ചപ്പോൾ മോശ പറയുകയാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് ഈ ശുശ്രൂഷയ്ക്ക് കെൽപ്പില്ല. ഹല്ലേലൂയ, എന്നാൽ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല, അവനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. യെശയ്യാവ് പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ. ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നാം ഒന്നുമില്ല. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ, ദൈവ തേജസ്സിന്റെ മുമ്പിൽ, സദാഹുകൾ ആരാധിക്കുന്ന പരിശുദ്ധന്റെ മുമ്പിൽ നാം ഒന്നുമില്ല. പക്ഷേ നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് കഴിയും, നമ്മെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. പഴയ നിയമപ്രവാചകനായ യെശയ്യാവിനെ ഹല്ലേലൂയ തീക്കനൽ കൊണ്ട് അധരങ്ങളെ ശുദ്ധീകരിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചപ്പോൾ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ അവന്റെ അപ്പോസ്തലന്മാരെ 120 പേരടങ്ങിയ സംഘത്തെ മാളിക മുറിയിൽ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞ് അവരുടെ അധരങ്ങളെ വ്യത്യാസപ്പെടുത്തി. അവരുടെ അധരങ്ങളിൽ അന്യഭാഷ ലഭിച്ചു, അവരുടെ അധരങ്ങളിൽ പ്രവചന ശബ്ദം ലഭിച്ചു. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും എന്നൊരു പദം അവിടെ എഴുതിയിരിക്കുന്നു. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, ഹല്ലേലൂയ, ഉടന്തനായ മനുഷ്യൻ സൗഖ്യത്തോടെ നിൽക്കുന്നത് കാണുകയാലും യഹൂദന്മാർ അവരെ ചോദ്യം ചെയ്യാൻ ഭയപ്പെട്ടു. ഇന്നലെ വരെ ഭയപ്പെട്ട് പിന്മാറിയിരുന്നവർ, മാളിക മുറിക്കകത്ത് അടച്ച് ഒതുക്കപ്പെട്ടിരുന്നവർ ആത്മാവിന്റെ തീക്കനലേറ്റപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങിയപ്പോൾ അവരുടെ അധരം മാറി, അവരുടെ ശുശ്രൂഷ മാറി, അവരുടെ പ്രവചനം മാറി, അവരുടെ പ്രസംഗം മാറി, അവർക്കുള്ളിൽ ധൈര്യം വന്നു. ഹല്ലേലൂയ, അങ്ങനെ ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഒന്ന് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സാന്നിധ്യം അനുഭവിക്കുന്നവന് കുറവുകൾ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകും, നമ്മൾ പറയാം ഒരു കുഴപ്പമില്ല. എന്നാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാകും, നമ്മുടെ കുറവ് നമുക്ക് മനസ്സിലാകും. ആദരങ്ങളുടെ കുറവ്, ചിന്തകളുടെ കുറവ്, ജീവിതത്തിന്റെ കുറവ്, ഇടപെടലുകളുടെ കുറവ് നാം മനസ്സിലാകും. എന്നാൽ ഹല്ലേലൂയ, കുറവ് ഏറ്റു പറയുന്നവനെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. കരുണ ലഭിക്കുന്നവന്റെ മേൽ തീക്കനലയക്കുന്ന ഒരു ദൈവമുണ്ട്. കരുണ ലഭിക്കുന്നവന്റെ മേൽ അഗ്നികാല പോലെ പിളർന്നിരിക്കുന്ന ആളുകൾ വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. കരുണ ലഭിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീയയക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ കരമടിച്ചത് അതൊന്നും ഏറ്റെടുത്താണ്? ഹല്ലേലൂയ, സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ അധരങ്ങൾ വ്യത്യാസപ്പെടട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, ദൂതന്മാരുടെ തീക്കനൽ കൊണ്ട്, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന ആളുകൾ കൊണ്ട് ഇന്ന് രാത്രി അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. എനിക്കറിയാം ഈ ദൂതൊന്നുമായില്ല. എന്തിനാണ് നാം ഇങ്ങനെ രൂപാന്തരപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടുന്നത്? എന്തിനാണ് നാം വിശുദ്ധ ജീവിതത്തിൽ മുന്നേറുന്നത്? കാരണം ഒരുവൻ മടങ്ങി വരുന്നു. മുമ്പേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നത് അവനോടുകൂടെ വേഗത്തിൽ അവനെ ആരാധിപ്പാൻ എഴുന്നേൽക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അനുഭവിച്ചവന് മാത്രമേ അതിൽ കൂടെ കടന്നു വരുവാൻ പോകും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, ചടുചട ഉയർക്കും വിശുദ്ധരല്ല